പഴയ ഒരു ഡബിൾ ഡെക്കറിൻ്റെ കാസറ്റ് പ്ലെയർ സിസ്റ്റമാണിത്. ഹൈവേയുടെയാണ്. പഴയകാല രാജാക്കന്മാരായിരുന്നു. പഴയ ഇതിൻ്റെ ഈ സമയത്തൊക്കെ ഫിലിപ്സ് അതേപോലെ തന്നെ BPL ഇതിനെയൊക്കെ പിടിച്ച് അവരോട് കിടപിടിക്കുന്ന രീതിയിൽ വന്നിട്ടുള്ള ഒരു ബ്രാൻഡായിരുന്നു ഐവ. ഇപ്പോൾ അവരെ അങ്ങനെ മോഡൽസ് ഒന്നും കാണുന്നില്ല. ഇവരുടെ നല്ല ക്വാളിറ്റിയും അതേപോലെ തന്നെ നല്ല വില കുറവായിരുന്നു. അപ്പോൾ ഇത് പഴയതൊരെണ്ണം വന്നിരിക്കുന്നതാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇതിൻ്റെ ഒരു ചാനൽ സൗണ്ട് കുറവാണ്. അപ്പോൾ നോക്കുക, പണ്ടത്തെ ബാറ്ററിക്ക് ഇടുന്ന സിസ്റ്റമൊക്കെയാണ് ഇതിന്. അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ ഔട്ടുകൾ ഇത് ലൈൻ ഇന്നാണ്. ഇപ്പം ഇത് അവർ ഉപയോഗിക്കുന്നത് FM പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾക്ക് മൊബൈലിൽ നിന്ന് കേബിൾ ഉണ്ടെങ്കിൽ ലൈൻ ഇന്ന് കൊടുത്തിട്ട് ഇവിടെ ഒരുപാട് സെലക്ടറൊക്കെ ഉണ്ട്. മോണോ, നോർമൽ, ഹൈ, ഡബ്ബിങ് സ്പീഡാണ് ഇത്. സ്പീഡിൽ നമുക്ക് ഓരോ കാസറ്റ് ഇതിനകത്തിട്ടിട്ട് ഡബ് ചെയ്യാൻ പറ്റും, റെക്കോർഡ് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. അതേപോലെ തന്നെ ലൈൻ ഇന്നുണ്ട്, റേഡിയോ ഉണ്ട്, ടേപ്പുണ്ട്, FM സെലക്ടർ, അതേപോലെ തന്നെ FM ഷോർട്ട് വേവ് ഉണ്ട്, മീഡിയം വേവ് ഉണ്ട്. വോളിയം. അപ്പോൾ ഇതിൻ്റെ ഈ സംഭവങ്ങൾ വർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തുറന്ന് വരുന്ന ആക്ഷൻ കണ്ടോ, നല്ല സംഭവം എന്തായാലും കൊള്ളാം. ഇതിൻ്റെ FM-ൻ്റെ ഡയലാണ് ഈ കാണുന്നത്. എന്തായാലും ഇത് തുറന്ന് നോക്കാം. ഞാനിത് തുറന്ന് ഇന്ന് അഴിച്ചു വെച്ചേക്കുന്നതാണ്. പഴയ ട്രാൻസ്ഫോമറൊക്കെ ഇപ്പോൾ ഈ ട്രാൻസ്ഫോമറൊക്കെ മാറി ഇപ്പം SMPS കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തോട്ട് വരുന്ന പവർ. ഇത് നോക്കുക, പഴയ ഡബിൾ ഡെക്കർ. ഇപ്പോഴും ബെൽറ്റൊന്നും പോയിട്ടില്ല. ഇപ്പം തന്നെ പൊട്ടിപ്പോകും. ഇതുണ്ടോ, ഈ ബെൽറ്റൊന്നും ഇപ്പോൾ വാങ്ങാനേ കിട്ടത്തില്ല. ഇതാണ് റെക്കോർഡിംഗ് സിസ്റ്റത്തിൻ്റെ സ്വിച്ചുകളൊക്കെ. അപ്പോൾ ഇതൊന്നുമില്ല, സിമ്പിൾ സംഭവമാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമൊന്നുമില്ല. റേഡിയോ സെക്ഷൻ, അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഹെഡിൽ നിന്ന്, നമ്മുടെ കാസറ്റ് ടേപ്പിൻ്റെ ഹെഡിനകത്തുനിന്ന് വരുന്ന കേബിളുകളാണ്. ഇതൊക്കെ ആരും ഊരിയിട്ടേക്കുവാണ്. അത് ഈ ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. ഇതാണ് പ്രീ ആംപ്ലിഫയറും അതേപോലെ തന്നെ റെക്കോർഡിംഗ് സിസ്റ്റം എല്ലാം സ്വിച്ച് ആകുന്ന സെക്ഷൻ. പവർ ആംപ്ലിഫയർ ഇതിൻ്റെ അടിയിലാണ്. ഇതിൻ്റെ ചിപ്പിൻ്റെ നമ്പർ ഏതാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിനൊക്കെ കംപ്ലൈൻ്റ് ആയതാണ്. ഇതിൻ്റെ ആംപ്ലിഫയർ ഇത്രയും സെക്ഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതെങ്ങനെയെങ്കിലും ഒന്ന് FM-ൽ ഒന്ന് പാട്ട് കേട്ടാൽ മതി, അതിന് മാത്രം ഒന്ന് റെഡിയാക്കി തരുമോയെന്ന് ചോദിച്ചതാണ്. അപ്പോൾ നോക്കുക, പഴയ സിസ്റ്റമൊക്കെ. ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡാണ് ഇവരുടെ. ഇതിനും കുറച്ച് പഴയതായിരുന്നെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നൂലുകളൊക്കെ കെട്ടിയിട്ടായിരുന്നു ഇതിൻ്റെ ഡയൽ വർക്കാകുന്നത്. ഇതിപ്പം നൂലല്ല, ഇതുണ്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ സിസ്റ്റമൊക്കെയാണ് ഇതിനകത്ത്. എന്തായാലും ഇതൊന്ന് അഴിച്ച് പണിയണം. എന്തായാലും ഇതിൻ്റെ കംപ്ലൈൻറ്റ് ആംപ്ലിഫയറിൻ്റെ ഈ സെക്ഷനിലാണ്. ഒരു ചാനലിൽ മാത്രം സൗണ്ട് കുറവാണ്, വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇവർ. ഇതിനകത്ത് FM-ൻ്റെ പാട്ട് കേൾക്കണം, അത്രമാത്രമേ ഉള്ളൂ. ഇത് നോക്കുക, പഴയ ഷോർട്ട് വേവും മീഡിയം വേവിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെയാണ്. ഇതാണ് FM-ൻ്റെ ചിപ്പ്. ഇവിടെ ഒരു IC ഒളിച്ചു വെച്ചേക്കുന്നു. ഇതെന്താണാവോ? അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ നോക്കാം.